തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് LDF-ന്റെ പോരായ്മകൾ പറയുന്നു. LDF അവരുടെ എന്തൊക്കെ ഈ 10 വർഷം കൊണ്ട് അവർ ചെയ്തു എന്നത് സമർത്ഥിക്കാനുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടി പല തരത്തിലുള്ള PR വർക്കുകളാണ് ചെയ്യുന്നത്. മോഹൻലാലിനെ കൊണ്ട് പിണറായി വിജയനെ ഇന്റർവ്യൂ എടുപ്പിച്ചു. അത്യാവശ്യം അത് നല്ല രീതിയിൽ എല്ലാവരിലും എത്തി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നീട് മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെ പറഞ്ഞ പിന്നെ പൂഴ്ത്തിയ ആളാണ് വേടൻ. കാരണം ഈ കല്യാണമൊക്കെ അദ്ദേഹം സ്റ്റേജിൽ വെച്ചൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കിയ വേടൻ പിണറായി ഒന്ന് പൂഴ്ത്തി LDF-ന്റെ പ്രചാരണ ഗാനം ആലപിച്ചു. പക്ഷെ അത് പൂഴ്ത്തിയതാണോ ഇകഴ്ത്തിയതാണോ എന്നതാണ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം. അതായത് നാളെ നല്ല കാലമേ, അതിന്റെ ഇതൊക്കെ സാറും കൂടെ പറഞ്ഞാൽ മതി. കാരണം അത് വിവരിക്കാൻ നിന്ന വേടനെ CPM-മാരെല്ലാം കൂടെ എടുത്തിട്ട് അലക്കും. ജനാധിപത്യ ഭൂമിയെ ജനം ഭരിക്കും കാലമേ. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി, അവകാശം ഔദാര്യമല്ല. ഇതാരെങ്കിലും പിണറായി വിജയനോടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് കൂടി വേടനെ പറഞ്ഞു പഠിപ്പിക്കണമായിരുന്നു. എന്ത് തോന്നുന്നു വേടന്റെ പാട്ട്? നാളെ നല്ല കാലമേ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. PRD ഇറക്കിയ ഗാനമാണ്. അപ്പൊ അത് PRD എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കേരള അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് കേരള സർക്കാർ അനുവദിച്ച് ഇറക്കിയിരിക്കുന്ന ഗാനം. ആ ഗാനത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ട് പാടുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ വേടന്റെ പാട്ടിന് അനുസൃതമായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള രീതിയിലാണ് അതിനകത്ത് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയന് എന്താണ് പിണറായി വിജയൻ എന്ന് മാധ്യമങ്ങൾ പറയുന്നതല്ല, പിണറായി വിജയൻ എന്തൊക്കെ പിണറായി വിജയൻ ചെയ്തു എന്നുള്ളതിനെ പറ്റിയും പിണറായി വിജയനെ കൊണ്ട് പറയിക്കുന്ന ഒരു ഇന്റർവ്യൂ ഒരു പക്ഷേ മാധ്യമങ്ങൾ എതിരായതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയായിരിക്കും. അത് നിസ്സാരക്കാരനല്ല നടത്തിയത്, മോഹൻലാലാണ് നടത്തിയത്. അതിനേക്കാട്ടിൽ വലിയ ഒരു കാര്യം കേരളം ചർച്ച ചെയ്യുന്നൊരു കാര്യം മാധ്യമങ്ങൾ മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വിശാലമാകട്ടെ എന്ന് കണ്ട് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി, അദ്ദേഹം നേരിട്ട് വന്നതാണോ എങ്ങനെ വന്നതാണേലും അത് ഗവൺമെന്റ് ഗുണമാ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു ജില്ലാ സെക്രട്ടറി എടുത്ത് അദ്ദേഹം അവിടുത്തെ ജില്ലാ സെക്രട്ടറി എടുത്ത് പറഞ്ഞ കാര്യം ഇവിടുത്തെ കൊച്ചു ചകാക്കൾ ഏറ്റെടുത്ത് വഷളാക്കിയതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിന് ഗുണമാണ്. കാരണം വയനാട് ടൗൺഷിപ്പ് മമ്മൂട്ടിയെ പോലെ വലിപ്പത്തിലുള്ള ഒരാൾ, ലോകം കണ്ടിട്ടുള്ള ഒരാൾ ആശ്ചര്യത്തോടു കൂടി ഇത് നടന്ന് കാണട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ അതിനകത്ത് ഒരു ചർച്ച തന്നെയുണ്ട്. അതിനത്ര അപ്പൊ ആ രീതിയിൽ പരസ്യമാണ്. ഇപ്പൊ വേടന്റെ പാട്ടും ആ രീതിയിൽ ഗവൺമെന്റിന് ഗുണമാകത്തക്ക രീതിയിൽ വരട്ടെ എന്ന് പറഞ്ഞായിരിക്കും പാടിച്ചത്. PRD പാട്ട് ഇറക്കിയേക്കുന്നു. അപ്പൊ നാളെ നല്ല കാലമേ എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മോശം കാലമായിരുന്നു. ഞാൻ ചോദിക്കാം, 10 കൊല്ലം മോശം, എൻ്റെ അറിവനുസരിച്ച് എൻ്റെ ഒരു രീതി അനുസരിച്ച് രാഷ്ട്രീയം ഒന്നും പറയാം, 10 കൊല്ലം അത്യാവശ്യം നല്ല കാലമായിരുന്നെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതാണല്ലോ 10 കൊല്ലത്തേക്ക് PRD പരസ്യം, നമ്മുടെ ഫ്രണ്ട് പേജ് പരസ്യം 10 കൊല്ലത്തിന് മുമ്പുള്ള കേരളം എങ്ങനെയായിരുന്നു? കറണ്ട് ഇല്ലാത്ത കേരളം, പുസ്തകമില്ലാത്ത കേരളം, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത കേരളം, ദാരിദ്ര്യമുള്ള കേരളം. അതായത് കേരളത്തിന്റെ പോരായ്മകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അന്ന് വന്ന പത്രവാർത്തകൾ പഴയ ഒരു പത്രം പോലെ അടിച്ച് പരസ്യം ചെയ്തെടുത്ത് ഈ പേടം പാടുന്ന നാളെ നല്ല കാലമേ. അപ്പൊ പുതിയുഗയാത്രയായിട്ട് വന്ന സതീശൻ പറയുന്നതും പേടം പറയുന്നതും ഏകദേശം ശരിയാണ്. ജനാധിപത്യ കേരളം. അപ്പൊ ഇതുവരെ പിണറായി വിജയൻ ജനാധിപത്യ സംവിധാനത്തിലല്ലയോ ഭരിച്ചത്? അതോ ജനാധിപത്യത്തിൽ വന്നിട്ട് സ്വേച്ഛാധിപതിയായിട്ടാണോ ഭരിച്ചത്? അതുപോലെ ഈ പാട്ടിന് വേറെ കല്യാറുണ്ട്, ഒരു കുഞ്ഞിന്റെ കണ്ണ് കെട്ടിയേക്കും ഇതിനകത്ത് ആദ്യം, അവസാനം വേടം ചെന്ന് കണ്ണഴിച്ചു വിടും. അപ്പം കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കണ്ണ് കെട്ടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം ആയിരുന്നു ഇതുവരെ. അതുകൊണ്ട് നാളെ കാലത്തെ ഒരു നല്ല കാലം വരണമെങ്കിൽ ഈ പിണറായി വിജയൻ സർക്കാരിനെ ഇറക്കി തരണം എന്നുള്ളതല്ലേ ഈ പാട്ടിന്റെ അർത്ഥം എന്നായി എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ വേടന്റെ പാട്ട് ഞാൻ കേട്ടാൽ ഇവൻ ആ പേര് വളരെ കൃത്യമായിട്ട് യോജിക്കും, മനസ്സിലായി? ഈ പാട്ട് പാടി സർക്കാരിന് കൊടുത്താൽ ഇതുപോലെ മനസ്സിലാക്കുന്ന രീതി വന്നു. ഇത് കേട്ടിട്ട് ഒരു കുഴപ്പമില്ലെന്ന് കണ്ട് അതിന്റെ കീഴിൽ ഒപ്പിട്ടിട്ട് PRDയെ കൊണ്ട് വെളിയിറക്കിക്കുന്ന ആൾക്കാരെടുത്ത് അല്ല അതിന്റെ അപ്പൊ വേടനെക്കാട്ടിൽ വേടന്മാരാണോ ഇതിന് അനുമതി കൊടുത്തതെന്ന് ചോദിക്കേണ്ടി വരും. കാരണം ആ പാട്ട് നിങ്ങൾ കേട്ടു നോക്കുക. ആ പാട്ടിനകത്ത് കേരളത്തിൽ അല്ലെങ്കിൽ അയാൾ ആ പാട്ടിലൂടെ ഇലക്ഷൻ സമയത്ത് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഇപ്പൊ സതീശൻ ആവശ്യപ്പെടുന്നത് കേരളത്തെ വീണ്ടെടുക്കാൻ, ഇരുണ്ട കേരളം, അഴിമതിയുടെ കേരളം, പ്രശ്നങ്ങളുടെ കേരളം, വികസനമില്ലാത്ത കേരളം, സ്വേച്ഛാധിപത്യത്തിന്റെ കേരളം, അല്ലെങ്കിൽ മറ്റു പലതിന്റെയും കേരളം. അത് തന്നെ ഇദ്ദേഹം പറയുന്നത് നാളെ നല്ലത് വരുമെന്ന്. അപ്പം ഇന്നപ്പം മോശ, അപ്പൊ പിന്നെ പിണറായി വേണ്ടല്ലോ.
അപ്പൊ നാളെ വേറെ ആരെങ്കിലും നല്ലത് പറയണമെങ്കിൽ പിണറായി മാറി വേറെ ആരെങ്കിലും പറയണം. ജനാധിപത്യ ഭൂമിയിലെ ജനം ഭരിക്കും കാലം. ആ ജനാധിപത്യ ഭൂമി. അപ്പൊ ജനാധിപത്യം ഇപ്പൊ ഇല്ല, ജനവും അല്ല ഭരിക്കുന്നത്, പിണറായി വിജയനാ ഭരിക്കുന്നത്, സ്വേച്ഛാധിപതിയാ ഭരിക്കുന്നത്. കിങ് ജോങ് എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, ഉത്തരകൊറിയല്ല, ആ സൈസ് ഐറ്റമാണെന്ന് പറയുന്നത്. മനസ്സിലായി? എന്തോ പൊന്നെ, ഇവനെയൊക്കെ സത്യം പറഞ്ഞാല് ഈ രാജ്യത്ത് നമ്മൾ കടത്തിയ മറ്റു പലയിടത്തും ഇല്ലാത്ത, അദ്ദേഹത്തിന് അറിയാമല്ലോ, എത്ര പറയുമ്പോഴും ഈ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തൊരു സാധനമുണ്ട്, നമ്മൾ കടത്തിവിട്ട ഒരു സാധനമുണ്ട്. ജാതിയും മതവും അല്ലെങ്കിൽ ആ സ്പർദ്ധയും ഒക്കെ ഒരു 99 അല്ലെങ്കിൽ 95% സത്യം പറഞ്ഞാൽ നമ്മൾ കടത്തിയതാണ്. ഇന്ത്യക്കകത്ത് പലയിടത്തും ഇപ്പോഴും ഉണ്ടെങ്കിൽ അതില്ലാത്ത, എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ പറ്റുന്ന, വേർതിരിവില്ലാത്ത, അത്തരത്തിൽ മതസ്പർദ്ധയില്ലാത്ത, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉറക്കെ ഇപ്പം ഈ ഹിന്ദുവിനകത്തുണ്ടെങ്കിൽ ഉറക്കെ പറയുന്ന എന്നെപ്പോലുള്ളവരും, മുസ്ലിമിനകത്തുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ ഉറക്കെ പറയുന്ന അഹമ്മദ് മാഷിനെ പോലുള്ളവരും, ക്രിസ്ത്യാനിക്കകത്തുണ്ടെങ്കിൽ അത്തരത്തിൽ പറയുന്ന ഒരു കേരളത്തിൽ ഈ വേടനെ പോലെ ഉള്ളവൻ വന്നിരുന്നു. കണ്ടിട്ടില്ല പാട്ട് മൊത്തം പഴയ കാലം ഇരുളടഞ്ഞ കാലം. ആ കാലത്തിൽ നമ്മൾ മുന്നോട്ട് വന്നില്ലേ? വീണ്ടും ആ പഴയ കാലം അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കുഴപ്പങ്ങളായിരുന്നു, അതിനകത്ത് പ്രശ്നങ്ങളായിരുന്നു, ഇന്നതൊക്കെ ചെയ്തിട്ട് പുതിയ നന്മ ചിന്തിക്കേണ്ട ജനത്തിന്റെ, ആ വർഗത്തിന്റെ, ആ മനുഷ്യന്റെ ഇടയിലേക്ക് പഴയ ജാതി കോമരത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു വേടനല്ലേ ഇയാൾ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞുള്ളൂ. സത്യം പറഞ്ഞാൽ വീണ്ടും ആ സംസ്കാരത്തിൽ, ഇരുളടഞ്ഞ സംസ്കാരത്തിലേക്ക് പുതിയ ജനത്തിന്റെ മനസ്സിനകത്ത് വിഷം കുത്തിവെക്കുന്ന ഒരാൾ തന്നെയാണ് ഇയാൾ വേടൻ. അതിന് ഏറ്റവും പർപ്പാണ്ട് കണ്ടേക്കുന്ന, ഞാൻ RSS അല്ല, ഈ എല്ലാവരും പറയും RSS അല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ RSS ആയതെല്ലാം നിയന്ത്രിക്കുന്നത്. RSSനെ പറ്റി അറിയാത്തത് കൊണ്ടൊക്കെയാണ് അത് പറയുന്നത്. കഴിഞ്ഞ ദിവസം സുധാരൻ പറഞ്ഞ പോലെ ഇവിടെ വർഗീയത ഇല്ലാത്തൊരു പ്രസ്ഥാനം RSS എന്നാണ് CPMന്റെ സുധാരൻ പറഞ്ഞു. അപ്പൊ വേടന്റെ പാട്ട് ഞാനീ പറഞ്ഞതുപോലെ PRDയെ പുറത്തിറക്കിയേക്കുന്നത് എത്രയും പെട്ടെന്ന് പിൻവലിക്കുന്നതാണ് പിണറായി വിജയന് നല്ലത്. പിണറായിയെ പാടി തോപ്പിക്കാൻ വേടൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്ത് തോന്നുന്നു? ഇതിൻ്റെ ഒരു പ്രശ്നം സാറ് പറഞ്ഞു തന്നെ, അതായത് എനിക്ക് തോന്നുന്ന ഒരു ശാപം പോലെ പിണറായി ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ചെയ്തു കൂട്ടുന്ന എല്ലാ PR വർക്കുകളും ഒന്നൊന്നായിട്ട് പരാജയപ്പെടും അന്തിമമായിട്ട്. എങ്ങനെയെങ്കിലും ഒന്ന് തിരിഞ്ഞ്, ഓക്കെ, ഇപ്പം മമ്മൂട്ടി വെറുതെ വന്നൊന്നുമല്ല, മോഹൻലാല് വെറുതെ വന്നതല്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയാണോ കെ മുരളീധരനാണോ പറയുന്നത് കേട്ടു, ഇവന്റെ 40 ലക്ഷം ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരുന്നു, ഗവൺമെന്റ് മാറി വന്നാൽ. വെറുതെ പറയുന്ന ഒരു ദിവസത്തെ വേദനയാണ് ഈ പറയണത്. അപ്പോ മമ്മൂട്ടിയും വെറുതെ പോയതല്ല സർ. പിന്നെ മമ്മൂട്ടി ആ ഒരു സമയത്ത് അത്തരം ഒരു നാടകം, മമ്മൂട്ടി ഒറിജിനലാണത്, അത് ഒറിജിനൽ മമ്മൂട്ടി. ഒറ്റ മിനിറ്റ് സാർ, എനിക്ക് ഞാൻ ക്ഷമിക്കണം. മമ്മൂട്ടി അത്തരം ഒരു നാടകം നടത്തി എന്തിനാണെന്നറിയാം? PR വർക്കാണെന്ന് നാട്ടുകാരനറി, മമ്മൂട്ടിക്ക് ബോധമുണ്ട്, ജില്ലാ സെക്രട്ടറി ബോധമില്ല. PR വർക്കാണെന്ന് നാട്ടുകാരൻ അറിയേണ്ട ഇയാൾ എന്റെ പുറകെ നടക്കാതിരിക്കാനാണ് മമ്മൂട്ടി. മമ്മൂട്ടിയോട് ഏൽപ്പിച്ചിരിക്കുന്ന പണി ഇടപെടുത്തിയ പോലല്ലയോ? അത് കറക്റ്റാണ്. മമ്മൂട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്ന പണി മമ്മൂട്ടി പറഞ്ഞ ജനപ്രിയ നടനായിട്ട് വരണം. എന്നിട്ട് യാദർച്ഛികമായിട്ടും മാത്രമല്ല, ഈ മഹത്തായ സംരംഭം ഒന്ന് കാണാനുള്ള കൗതുകം കൊണ്ടും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ കൽപ്പറ്റയിൽ വന്നിട്ട് ഇത് മുഴുവൻ നടന്ന് സ്വമേധയാ നടന്ന് കണ്ടു. അപ്പോൾ ഫാൻസും ആളുകളൊക്കെ പിന്നാലെ കൂടിക്കോളും. കൂടെ ആരെങ്കിലും കൊണ്ടുവന്നതാണെന്ന് തോന്നരുത്. അപ്പോഴാണ് റഫീഖ്, ഇവന്റെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി പിന്നാലെ നടക്കുക. അപ്പോൾ അവനെന്താ, ഈ ആളുകൾ, അവൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിലൊന്നും ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. അവൻ വിചാരിച്ചത് ആളുകളൊക്കെ മമ്മൂട്ടിയെ കാണാൻ വരുമല്ലോ, അപ്പം മമ്മൂട്ടിയെ കൊണ്ടുവന്നതും കൊണ്ട് നടക്കുന്നതും ഒക്കെ അവനാണെന്ന് വരുത്തിക്കോട്ടെ. പക്ഷെ പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില നേരത്ത് നമ്മളല്ല ഇത് കൊണ്ടുവരുന്നതെന്ന് വരുത്തണ്ടേ. മമ്മൂട്ടി പറഞ്ഞ കാര്യം അതാ, നീ എന്തിനാ എന്റെ കൂടെ നടക്കുന്നത്, നീ കൂടെ നടക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക, പാർട്ടി എന്നെ കൊണ്ടുവന്നാന്ന് തോന്നുന്നു. അങ്ങനെ തോന്നരുതല്ലോ. മമ്മൂട്ടിക്ക് PR വിജയിപ്പിക്കാനാണ് മമ്മൂട്ടി പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതില് എന്തായി, ഒരു ആവശ്യമില്ലാതെ ആ സമയത്ത് ആ ഡയലോഗ് പോലും തൊട്ടടുത്തിരുന്ന ഒരാൾ മൊബൈലിൽ പകർത്തി ഇഷ്യൂ ആക്കി. സംഗതി കുളമായോ? മോഹൻലാലിനെ പോലെ ഒരാൾ കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ പരാജയം എവിടെയെന്നറിയോ? ഈ സാധനം ഇരുവർ പഴയ ഒരു ക്യാപ്ഷനാണ്. ഉമ്മൻചാണ്ടിയെ പണ്ട് മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്ത കാലത്തെ ക്യാപ്ഷനാണ്. അപ്പൊ എന്തായി? ഉമ്മൻചാണ്ടിക്ക് തുല്യമായി. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും മോഹൻലാലും ചേർന്നാൽ ഇരുവറാകുമെങ്കിൽ അതേ മോഹൻലാലും പിണറായി വിജയനും ചേർന്നാൽ ഇരുവരായി. മനസ്സിലായി? ഇത് ഭയങ്കരമായ അപകടമാണല്ലോ. മാത്രമല്ല, മോഹൻലാലിനെ പോലെ ഒരാളെ കുറിച്ച് കേരളത്തിന് ഒരു ശരിയായ ധാരണ ഉണ്ട്. ഇപ്പോൾ അയാളുടെ പൊളിറ്റിക്സ് എന്താണെന്ന് പോലും കൃത്യമായിട്ട് അറിയാം ആളുകൾക്ക്. ആ മോഹൻലാൽ PR വർക്കിന് വലിയ പൈസയും വാങ്ങി ചെന്ന് ചെയ്യുമ്പോൾ ഇതൊന്നും ഗുണമല്ല ഉണ്ടാക്കുന്നത്, അന്തിമമായി ഗുണമല്ല ഉണ്ടാക്കുന്നത്. വേറൊന്ന്, ആളുകൾക്ക് നിങ്ങൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കിക്കോളൂ, ബോണസ് കൊടുത്തോളൂ, പുതിയ സ്കെയിൽ വന്നോട്ടെ,
ഓരോരുത്തൻ്റെ ഈ നമ്പർ വാങ്ങിയിട്ട് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം പോവുക. ഞാനിതാ തന്നിരിക്കുന്നു. അതാണ് വേടൻ പറഞ്ഞത്. ജനാധിപത്യം വരാൻ പോകുന്ന ജനങ്ങളുടെ ഭരണം വന്നിട്ടില്ല. തമ്പുരാൻ തന്ന് വാങ്ങി എന്നല്ലേ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു അപകടത്തിനുണ്ട്. പിന്നെ സാറ് പറഞ്ഞൊരു കാര്യം, ഈ വേടൻ ഒന്ന് ആലോചിച്ചു. വേടൻ യഥാർത്ഥത്തിൽ അവന്റെ പണി വേട്ടയല്ലേ? അതെ. അവന്റെ ക്യാരക്ടർ എന്താ? അവനെതിരെ എത്ര നിമിഷം കൊണ്ടാണ് ആളുകൾ ഇതൊക്കെ മറക്കുന്നത്? ഇവനെ ഈ ഗവൺമെന്റ് എങ്ങനെ കൈകാര്യം ചെയ്തു? എത്ര കേസാണ് എടുത്തത്? എത്ര വകുപ്പുകൾ കേസെടുത്തു? എവിടെ പോയി കേസൊക്കെ? ഇവർ ഭയപ്പെടുന്നത്, ഇവരിതിൻ്റെ ഗുണവും ദോഷവും നോക്കുന്നില്ല. ഇവർ ഭയപ്പെടുന്നത് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒരാൾ ചെല്ലുമ്പോൾ സാറ് ചെല്ലുമ്പോൾ ആൾ കൂടുന്നുണ്ടോ? മുണ്ടഴിച്ചിട്ടായാലും ആളുകൾ കൂടുന്നുണ്ടോ? എങ്കിൽ ആൾ കൂടുന്നവനെ ഭയപ്പെടുക. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സാറ് പറഞ്ഞ അപകടം, ഏറ്റവും വലിയ അപകടം. ഇവൻ്റെ പാട്ടുകൾ ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, അതിനകത്തെ വൈരുദ്ധ്യം. ഇതേ പാട്ടുകൾ തന്നെ, ഇവന്റെ ഇതേ റാപ്പ് മ്യൂസിക്കിൽ തന്നെ ഇവൻ പറയുന്നുണ്ട്, ഇവൻ കറുത്തവൻ, അതിനെന്തോ മഹത്വം ഉണ്ടെന്ന്. അതേ വേടൻ തന്നെ അടുത്ത പാട്ടിൽ പറയുന്നുണ്ട്, കറുപ്പെന്ത് വെളുപ്പെന്ത്, വലിയവൻ എന്ത് ചെറിയവൻ. അപ്പോൾ അവൻ സോഷ്യലിസ്റ്റ് ആവും. ചില പാട്ടുകൾ ഇവൻ ദളിത് മൗലികവാദിയാവും. ദളിത് മൗലികവാദികൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപാപം എന്താ? കേരളം എന്നോ പടിയടച്ച് പിണ്ടം വെച്ച് ജാതീയതയില്ലാത്ത, ഏറ്റവും ചുരുങ്ങിയത് ഐത്തവും ജാതീയതയും, ജാതി കാണുമായിരിക്കാം, മനുഷ്യന്റെ ജന്മത്തിലുണ്ടായിരിക്കാം. അതിപ്പോ സാറിന്റെ ജാതി ഏതാ? സാറ് നായരാണെന്ന് ഞാൻ തിരിച്ചറിയുമായിരിക്കാം. അഹമ്മദ് മാഷ് മുസ്ലിം ആണെന്നും സാറ് തിരിച്ചറിയുന്നുണ്ടാവാം. അതൊരു തിരിച്ചറിവ് മാത്രമാണ്. അഹമ്മദ് മാഷെ തിരിച്ചറിയാൻ, പ്രശാന്ത് സാറിനെ തിരിച്ചറിയാൻ. പക്ഷേ അത് നമുക്കിടയിലുള്ള ജീവിതത്തിലില്ല. നമ്മൾ ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണും, അല്ലെ? ഒരുമിച്ച് കിടന്നുറങ്ങും, നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുക. ഞാൻ പറയുന്നത് അതില്ലാത്തൊരു കേരളം നമ്മൾ നേടിയെടുത്തിരിക്കുന്നു. ഇവർക്ക് വേണ്ട എന്താ? ദളിത് മൗലികവാദികൾക്ക് വീണ്ടും ആ കെട്ട കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണം. അതാണ് വേടന്റെ പാട്ട്. ഇനി പോട്ടെ, ഈ വേടനെ കല്യാണം കഴിപ്പിക്കലായിരുന്നു ഇപ്പോ ഗോവിന്ദ മാഷ് കഴിഞ്ഞ ആഴ്ച പണി. വേടനെ കല്യാണം കഴിപ്പിക്കാൻ കാർമ്മികത്വം വഹിക്കുക. ഇവൻ ആരായിരുന്നു? എത്ര പെൺകുട്ടികൾ ഇവനെതിരായിട്ട് ഭീകരമായ ആക്രമണത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്? പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു നീച ജീവിയായിട്ടല്ലേ ഇവനെ ആളുകൾ യഥാർത്ഥത്തിൽ എത്ര കേസുകളുണ്ട്? ഈ ഗവൺമെന്റ് എടുത്ത കേസില്ലേ? ഇവനെ PR ഏൽപ്പിക്കുമ്പോൾ അത് ഗുണോ ദോഷോ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇതൊക്കെ ആലോചിക്കണം. ഇവൻ എഴുതിയ പാട്ടിന്റെ അർത്ഥം, ഇവൻ പാടിയ പാട്ടിന്റെ അർത്ഥം ഇപ്പോ ധന്യയും പ്രശാന്ത് സാറും ഒക്കെ നോക്കുന്നുണ്ടല്ലോ. ഇത് നോക്കാൻ സന്മനസ്സില്ലാത്ത, ഈ നോക്കിയാൽ മനസ്സിലാവാത്ത ഒരാൾ ഇതിന്റെ സൈദ്ധാന്തികനുമാണ്. പോരെ? ഇതിൽ കൂടുതൽ നമ്മളൊക്കെ പറയില്ല. എന്തായാലും വേടൻ പിണറായി പാടി തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.